Kpsc മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സും 2 പാർട്ടായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നാളെ വൈകിട്ട് 8 മണിക്ക് ഇതിന്റെ ബാക്കി ഭാഗം അപ്ലോഡ് ആവും ട്ടോ. ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കൂടെ പോയി എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ അനുഗമിച്ചു, ബി പിന്തുടർന്നു, സി നിർദോഷമായ, ഡി എല്ലാം ശരി. ഉത്തരം സി നിർദോഷമായാണ് വരാത്ത പദം. നിർദോഷമായ എന്ന് പറഞ്ഞാൽ ദോഷമില്ലാത്ത എന്നാണ് അർത്ഥം. ഇത് എളുപ്പല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വേദിയന്മാർ എന്ന പദത്തിന് അർത്ഥം എന്താണ്? വേദിയന്മാർ. ഓപ്ഷൻ എ വൈദ്യൻ, ബി ബ്രാഹ്മണൻ, സി ഭിക്ഷാടകൻ, ഡി ദരിദ്രൻ. ഉത്തരം ബി ബ്രാഹ്മണനാണ് വേദിയന്മാർ എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നത് കേട്ടോ. വൈദ്യനൊന്നും അല്ലേ. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഉത്തുംഗം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ ശൃംഗം, ബി ഉയർന്നത്, സി ഉച്ചം, ഡി പ്രാംശു. ഏതായിരിക്കും? ഒന്ന് ഗസ് ചെയ്യൂ. ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ എ ശൃംഗമാണ് വരാത്ത പദം. ശൃംഗം എന്ന് പറഞ്ഞാൽ മുകളറ്റം എന്നാണ് അർത്ഥം കേട്ടോ. മുകളറ്റം. മുകളറ്റം എന്ന് പറയുമ്പോൾ ചെറിയൊരു സാധനമാണെങ്കിൽ, ഒരു പാനയുടെ ടിപ്പാണെങ്കിൽ അതിന്റെ മുകളറ്റം എന്ന് നമ്മൾ പറയില്ലേ. ഉത്തുംഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്നത് എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സ്വച്ഛം എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഓപ്ഷൻ എ സാദരം, ബി തഞ്ചത്തിൽ, സി പത്തനം, ഡി നിർമ്മലമായത്. എന്താണ്? ഒന്ന് ഗസ് ചെയ്യൂ. ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ ഡി നിർമ്മലമായത് എന്നതാണ് അർത്ഥം. സാദരം എന്ന് പറഞ്ഞാൽ ആദരവോടെ, തഞ്ചത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തക്ക സമയത്ത് എന്നാണ് കേട്ടോ അർത്ഥം. പത്തനം എന്ന് പറഞ്ഞാൽ പട്ടണം എന്നാണ് മീനിങ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കച്ചം എന്ന പദത്തിന് അർത്ഥം എന്താണ്? കച്ചം. ഓപ്ഷൻ എ പാലഞ്ചും, ബി വെള്ളം കെട്ടി നിൽക്കുന്നതായ പ്രദേശം, സി പിട്ടല്ല, ഡി മുത. ഏതാണ്? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഇത് എളുപ്പല്ലേ? അതെ, ഓപ്ഷൻ ബി വെള്ളം കെട്ടി നിൽക്കുന്നതായ പ്രദേശത്തിനെയാണ് കച്ചം എന്ന് പറയാം. പാലഞ്ചെന്ന് പറഞ്ഞാൽ പാലിനെ തോൽപ്പിക്കുന്ന എന്നുള്ള അർത്ഥമാണ്. അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുന്ന എന്നുള്ള, അല്ലെങ്കിൽ അതിനെ കാളും എന്നുള്ള മീനിങ് ആണ്. അപ്പൊ പാലഞ്ചും എന്ന് പറഞ്ഞാൽ പാലിനെ തോൽപ്പിക്കുന്ന എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പിട്ടല്ല എന്ന് പറഞ്ഞാൽ കള്ളമല്ല എന്നാണ് അർത്ഥം. പിട്ടല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളമല്ല. മുധ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ എന്നുള്ള അർത്ഥമാണ് മുധ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താമരപ്പൂവ് എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ സരോജം, ബി പത്മം, സി നളിനം, ഡി പങ്ക്തി. ഏതാണ്? എളുപ്പമല്ലേ? അത് തന്നെ, ഓപ്ഷൻ ഡി പങ്ക്തിയാണ് വരാത്ത പദം. പങ്ക്തി എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം ട്ടാ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വീണ്ടും താമരപ്പൂവ് തന്നെയാണ് വരാത്ത പദം. ഓപ്ഷൻ എ അരവിന്ദം, ബി മഹോൽപലം, സി സഹസ്രപത്രം, ഡി അച്ചസ്ഫടികം. ഏതാണ്? എളുപ്പല്ലേ? അത് തന്നെ, ഓപ്ഷൻ ഡി അച്ചസ്ഫടികമാണ് വരാത്ത പദം. അച്ചസ്ഫടികം എന്ന് പറഞ്ഞാൽ സ്ഫടികം പോലെ തെളിഞ്ഞ എന്നാണ് അർത്ഥം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പദങ്ങള്. അപ്പോൾ ഇത് പഠിക്കാം നല്ലവണ്ണം. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ കാണാം. ഈ ക്ലാസ് ഒരു 2-3 ആവർത്തി കണ്ടാൽ തന്നെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും. എല്ലാ ആഴ്ചയിലും തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ വൈകിട്ട് 8 മണിക്ക് ക്ലാസ് ഉണ്ടാവുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.